ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഫുഡ് പ്ലാനറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി അരി കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് അരി കുതിർക്കാൻ വെക്കുകയാണ്. ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 കപ്പിലാണ് ഞാൻ അരി എടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇടുക. അത് ഇതിനെ വളരെ ടേസ്റ്റ് കൂട്ടുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് വന്ന് നോക്കാം. അതിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിന് മിക്സിയിലേക്ക് ഇടുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 1 ടീസ്പൂൺ കുമ്മിൻ സീഡും ചേർക്കുക. പിന്നെ ശർക്കര പാനി 5 ശർക്കര ഉരുക്കിയെടുത്ത് അത് തണുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുക. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കും. എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇപ്പം ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഈ പരുവത്തിൽ കിട്ടണം. ഇതേപോലെ ഇത് നമ്മൾ ഇപ്പോൾ ഇനി ചൂടാൻ പോവുകയാണ്. ഇത് അരച്ച പാടെ തന്നെ ചൂടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതേ രീതിയിൽ ചൂട്ടാൽ അധികം എണ്ണ കുടിക്കുകയുമില്ല. അപ്പോൾ നമുക്ക് ചൂടാൻ പോകാം. ഈ ഉണ്ണിയപ്പം ചൂടാൻ നേരത്ത് പൊരിച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് കൊടുക്കുക. ഇനി ഇത് പൊരിച്ചാൻ എടുക്കുകയാണ്. ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ എണ്ണ പാർന്നു. അത് നല്ലോണം ചൂടായി. ഇനി അതിലേക്ക് ഈ മാവ് ഒഴിക്കാൻ എൻ്റെ ഉമ്മയുടെ സഹായം തേടുകയാണ്. ഉമ്മയാണ് ഇനി മാവൊക്കെ ഒഴിക്കുന്നതും തിരിച്ചിടുന്നതൊക്കെ. അപ്പോൾ മാവ് ഒഴിക്കുകയാണ്. ഒരു ഭാഗം ആയ ശേഷം അത് മറിച്ചിടുക. ഇതിപ്പോൾ നല്ല വെന്താണ്. ഇത് ഇനി എടുക്കുകയാണ്. നമ്മളെ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഒട്ടും എണ്ണ കുടിക്കാത്ത ഉണ്ണിയപ്പാണിത്. ഇത് വേണമെങ്കിൽ പഴം ചേർത്തൊക്കെ ഇതുണ്ടാക്കാവുന്നതാണ്. പക്ഷേ പഴം ചേർത്താൽ അത് എണ്ണ കുടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. നോക്കൂ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കണ്ടോ, സോഫ്റ്റ്നെസ് ഒക്കെ ആണ്. നല്ല അടിപൊളി ഉണ്ണിയപ്പം, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ പാകത്തിനാണ്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് ടൈമിൽ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.